ഒരു ബാർബിക്യൂ ചിക്കൻ മേക്കിംഗ് റെസിപ്പി ആയിട്ടാണ്. ഓക്കെ, നമുക്ക് ഈ ബാർബിക്യൂ ഉണ്ടാക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തയ്യാറാക്കി ഈ ഒരു ഗ്യാസ് സ്റ്റവ് കൊണ്ടുണ്ടാക്കിയ ബാർബിക്യൂ മേക്കറിലാണ്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം. ഓക്കെ, ഇന്നെന്റെ വീഡിയോയിൽ എന്റെ അനിയനും കൂടിയുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം കൂടെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം. ആദ്യം നമുക്ക് ചിക്കന് മസാല തയ്യാറാക്കാം. ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്ത് ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 4 ലെഗ് പീസാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ചിക്കനിലേക്ക് ഒരു 4-5 പച്ചമുളക് 2ആയിട്ട് കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു ചിക്കൻ ഫില്ലായി കിടക്കുന്ന രീതിയിൽ വിനെഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കാം. ഈ ഒരു മിക്സ് ചിക്കന് നല്ലതുപോലെ പിടിക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ ഒരു ചിക്കനും ജസ്റ്റ് ഒന്ന് കുത്തി വിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ആവുന്നതിന് വേണ്ടി ഒരു മണിക്കൂറത്തേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ചിക്കൻ എല്ലാം സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിതിപ്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ കൂടെ മല്ലിയില കൂടി മിക്സാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ പെപ്പർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിൽ കുറച്ച് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കിനി 1 ടേബിൾ സ്പൂൺ തൈര് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. നമുക്കിനി ഇതൊന്ന് ഒരു മണിക്കൂറത്തേക്കൊന്ന് മാറ്റി വെക്കാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ നമ്മുടെ ഗ്യാസ് സ്റ്റവ് ബാർബിക്യൂ മേക്കറിൽ ചാർക്കോളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ ഗ്രില്ലിൽ കുറച്ച് ഓയിൽ കൂടി അപ്ലൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ വെച്ച് കൊടുക്കാം.
ഇനി നമുക്ക് ചിക്കനിലേക്ക് കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഗ്യാസ് സ്റ്റവ് ബാർബിക്യൂ മേക്കർ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഒന്ന് ദയവായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ചിക്കൻ്റെ ഒരു സൈഡ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ചിക്കനിലേക്ക് ജസ്റ്റ് ഒന്ന് കുത്തി വിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആ മസാലയും ആ ഓയിലും എല്ലാം നല്ലതുപോലെ അതിൽ പിടിക്കുന്നതാണ്. ഇവിടെ ചിക്കൻ ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. നമുക്കിത് ഒന്ന് പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കൂടെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ഓക്കെ, എൻ്റെ ചാനലിൽ ഞാൻ മെയിനായിട്ട് ഫോട്ടോഗ്രാഫിയും പിന്നെ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ചെയ്യുന്നത്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഇങ്ങനത്തെ ഉള്ള വീഡിയോസെല്ലാം ട്രൈ ചെയ്ത് നോക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ചെയ്തെങ്കിൽ ഒന്ന് ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.